സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും ആരും പറയാത്ത ഞാൻ മാത്രം പറയുന്ന ചില കാര്യങ്ങൾ അതിലൂടെ ശ്രദ്ധിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. പ്രശസ്തിക്ക് വേണ്ടി ഞാൻ മാത്രം ആദ്യമായിട്ട് ഞാനായിരിക്കും അത് പറയുന്നത്. ഏതെങ്കിലുമൊക്കെ കിതാബുകളിൽ ആരോ എഴുതി വെച്ച സാധനങ്ങളുണ്ടാവും, ഒന്നും ഒരടിസ്ഥാനം ഉണ്ടാവില്ല. അത് പണ്ഡിതന്മാർ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ഉദ്ധരിക്കാതിരിക്കുകയോ പറയാതിരിക്കുകയോ ചെയ്തു ഇത്രയും കാലം. എന്നാൽ ഇന്ന് എല്ലാവർക്കും പറയാനുള്ള വേദി തുറന്നിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. അതുകൊണ്ട് ഓരോരുത്തരും ആളാകാൻ വേണ്ടി എന്ന് തന്നെ നമുക്ക് പറയാം. അതിനുവേണ്ടിയാണ് ഇത്തരം ദുർബലവും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുമൊക്കെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതൊന്നും ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രചരിപ്പിക്കാൻ പാടില്ല, വലിയ കുറ്റമാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്കിവിടെ കുറച്ച് പ്രശസ്തിയും ആളുകൾക്കിടയിൽ കുറച്ച് പോപ്പുലാരിറ്റിയും ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യമുള്ളത്? നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തിയിട്ട്. അതുകൊണ്ട് ഇത്തരം വ്ളോഗുകളൊക്കെ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്നത് സത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന കാര്യങ്ങളാണ് എന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ജനങ്ങളോട് പറയാൻ വേണ്ടി നിൽക്കുക. അതിൻ്റെ അനന്തരഫലങ്ങൾ നന്മയായിരിക്കുമെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം പറയുക എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്നാണ് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ പ്രസംഗങ്ങളും അതേപോലെ തന്നെ മറ്റ് പ്രോഗ്രാമുകളുമൊക്കെ ഓരോ വിവരങ്ങളും വിജ്ഞാനങ്ങളുമൊക്കെ ഇടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്നത് എന്തെങ്കിലുമൊക്കെ ഇട്ട് ആളുകൾക്കിടയിൽ ഒരു ചർച്ചയാക്കുക എന്നതിനപ്പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഇടുന്നത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തണം, ശരിയാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തണം. മൂന്നാമതായിട്ട് അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തായിരിക്കും എന്നും ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഇടാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു ആലം.